Oh my god, so basically കോഡ് ഒരു ഫുൾ ഫ്ലെഡ്ജ് വാർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. കാരണം അവന്റെ ഇപ്പൊ ഒരു 10 days ആർമി തന്നെ ഉണ്ട്. Hey yo, what is up YouTube? It's your boy VK here and welcome to episode 5 of Boruto season 2. So last episode നമ്മുടെ എയ്ഡ ആൻഡ് കോഡ് സെപ്പറേറ്റ് ആവുകയാണ് and എയ്ഡ കൊനോഹ ജോയിൻ ചെയ്യാൻ പോവാണ് and ലാസ്റ്റ് പാനലിൽ നമ്മുടെ കോഡ് കൊനോഹ വില്ലേജിന്റെ അഗൈൻസ്റ്റ് അവന്റെ റിവെഞ്ച് എടുക്കും എന്ന് പറയുകയാണ്. and ഇതിനുശേഷം നമ്മുടെ ചാപ്റ്റർ 72 സ്റ്റാർട്ട് ആവാണ് and ഈ ചാപ്റ്ററിന്റെ ടൈറ്റിൽ ആണ് സ്മോളർ ആൻഡ് മോർ യൂസ്ഫുൾ and കവർ പേജിലാണ് നമ്മുടെ മോമോഷിക്കി ഫുൾ റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ മോമോഷിക്കി ഇങ്ങനെ മെനൻസിംഗ് ആയിട്ട് താഴോട്ട് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. So let's start the chapter. So ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിംഗിൽ ഷിക്കമാറു ആൻഡ് കവാക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് and കവാക്കി ഷിക്കമാറുവിന്റെ അടുത്ത് പറയാണ് ഞാൻ പോലും അറിയാണ്ടാണ് അമാഡോ എനിക്ക് കാർമ തിരിച്ചു തന്നതെന്ന്. ആൻഡ് ഇപ്പൊ എന്തായാലും കോഡ് അമാഡോനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞോണ്ട് ഇനി നമ്മൾ അമാഡോനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ, കാരണം അമാഡോ ഈസ് മോസ്റ്റ് പ്രോബബ്ലി ഡെഡ് എന്നാണ് കവാക്കി പറയുന്നത്. പക്ഷെ നമ്മുടെ നറൂട്ടോ കവാക്കിന്റെ അടുത്ത് പറയാണ് നമ്മൾ ഒരാളെ കുറിച്ച് അങ്ങനൊന്നും പറയാൻ പാടില്ല എന്ന്. പക്ഷെ കവാക്കി വീണ്ടും ഷിക്കമാറിന്റെ അടുത്ത് ചോദിക്കാണ് സത്യത്തിൽ നിങ്ങൾക്ക് അമാഡോ ഡെഡ് ആയതിൽ സന്തോഷമല്ലേ ഉള്ളൂ, കാരണം നിങ്ങൾക്ക് ഇനി അമാഡോനെ ഡീൽ ചെയ്യേണ്ടി വരില്ലല്ലോ. പക്ഷെ ഇതുകൂടെ കേട്ടത് നമ്മുടെ നറൂട്ടോ കവാക്കിന്റെ മുകളിൽ ദേഷ്യപ്പെടാണ് ആൻഡ് നിർത്താൻ പറയാണ്. ഈ സമയത്ത് ഒരു ഷിനോബി വന്നിട്ട് ഷിക്കമാറിനോട് പറയാണ് ഷിക്കമാറിന് ഒരു അർജന്റ് കോൾ വന്നിട്ടുണ്ടെന്ന് ഫ്രം മിസ്റ്റർ അമാഡോ. ഇത് കേട്ടത് ഷിക്കമാറു ഷോക്കായി പോവാണ്, കാരണം ഇവരെല്ലാം വിചാരിച്ചിരിക്കായിരുന്നു അമാഡോ ഓൾറെഡി ഡെഡ് ആയെന്ന് കോഡിന്റെ കയ്യിൽ നിന്ന്. ഷിക്കമാറു അമാഡോന്റെ അടുത്ത് ചോദിക്കാണ് നീ ഇപ്പോ കറന്റ്ലി എവിടെയാണെന്ന്. അമാഡോ തിരിച്ച് പറയാണ് ഞാൻ ലാൻഡ് ഓഫ് സ്നോയിന്റെ ഒരു ട്രെയിൻ സ്റ്റേഷനിലാണ് കോൾ ചെയ്യുന്നതെന്ന്. സോ അപ്പൊ ഷിക്കമാറു ചോദിക്കാണ് കോഡിന് എന്താ പറ്റിയ, അവൻ നിന്റെ കൂടെ ഇല്ലേന്ന്. സോ അമാഡോ പറയാണ് അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, കാരണം കോഡും എയുടെയും ഇപ്പൊ സ്പ്ലിറ്റ് അപ്പ് ആയിരിക്കാണ് ആൻഡ് ഞങ്ങൾ നേരെ തിരിച്ച് ലീഫ് വില്ലേജിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ഇപ്പോഴാണ് ഷിക്കമാറു അമാഡോയുടെ അടുത്ത് പറയുന്നത് കോഡിന്റെ കൂടെ വേറൊരു വെരി സ്ട്രോങ് പാർട്ണറും കൂടെ ഉണ്ടെന്ന്. ഇത് കേട്ടതും അമാഡോ ഷിക്കമാറിനോട് ചോദിക്കാണ് സോ നിനക്ക് ഓൾറെഡി ഡൈമോണിനെ പറ്റി അറിയാമോ എന്ന്. ആൻഡ് അമാഡോ പറയാണ് ഡൈമോൺ ഇസ് എയ്ഡാസ് യങ്ങർ ബ്രദർ ആൻഡ് എയുടെ കൂടെ അവനും ലീഫ് വില്ലേജിലേക്ക് വരുന്നുണ്ടാവും. പക്ഷെ ഇത് കേട്ടത് ഷിക്കമാറു ദേഷ്യപ്പെട്ട് അമാഡോട് ചോദിക്കാണ് നിനക്ക് ആരാണ് ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ള അതോറിറ്റി തന്നതെന്ന്. ബിക്കോസ് ലീഫ് വില്ലേജിലേക്ക് ഒരാളിനെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ അതോറിറ്റീസിനെ എന്തായാലും പെർമിഷൻ എടുക്കണം. പക്ഷെ അമാഡോ ഇവർ ആരുടെ ഡിസ്കസ് ചെയ്യാണ്ടാണ് എയ്ഡയുടെ കൂടെ ഡൈമോണിനെയും കൂടെ ലീഫ് വില്ലേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. ബട്ട് ഷിക്കമാറു ഓൾറെഡി എയ്ഡനെ ലീഫ് വില്ലേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തതാണ് ആൻഡ് അമാഡോയ്ക്ക് വേറൊരു ഓപ്ഷൻ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ആൻഡ് അമാഡോ ഷിക്കമാറുടെ അടുത്ത് പറയാണ് അവന്റെ കയ്യിൽ ഒരു ബാഡ് ന്യൂസ് ഉണ്ടെന്ന്, ദാറ്റ് അവൻ കോഡിന്റെ ലിമിറ്റേഴ്സ് റിമൂവ് ചെയ്തു എന്ന്. ആൻഡ് ഇത് കേട്ടത് ഷിക്കമാറുടെ കംപ്ലീറ്റ്ലി കയ്യിന്ന് പോയി. പക്ഷെ അമാഡോ പറയാണ് അതായിരുന്നു അവന്റെ ഓൺലി ഓപ്ഷൻ, ഐദർ അവൻ ആ ലിമിറ്റേഴ്സ് റിമൂവ് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ അവൻ ഡെഡ് ആയിരുന്നു. അമാഡോ പറയാണ് പക്ഷെ ഓൺ ദ പോസിറ്റീവ് നോട്ട് നമ്മൾ എയ്ഡയും കോഡും സെപ്പറേറ്റ് ചെയ്തു എന്ന്. ആൻഡ് വിത്തൗട്ട് എയ്ഡ് ആ കോഡ് ലിമിറ്റേഴ്സ് മാറിയാലും അത്രയും സ്ട്രോങ് അല്ലാന്ന്. ആൻഡ് എയ്ഡയും ഡൈമോണും ലീഫ് വില്ലേജിനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കോഡിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അമാഡോ കോൾ കട്ട് ചെയ്തതും നമ്മുടെ എയ്ഡ വന്ന അമാഡോയുടെ അടുത്ത് സ്വീറ്റ്ലി പറയാണ് നീ എന്നെ കവാക്കിനെ സെറ്റ് ആക്കിയില്ലെങ്കിൽ ഞാൻ നിനക്കില്ല എന്ന്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഷിക്കമാറു നറൂട്ടോനെ ഹൊക്കാഗെ ഓഫീസിലേക്ക് സമൺ ചെയ്യാണ് അലോങ് വിത്ത് ടീം 7 ആൻഡ് കവാക്കി. സോ നമ്മുടെ ബൊറൂട്ടോ വീട്ടിൽ ഡ്രസ്സൊക്കെ ചെയ്ത് മിഷന്റെ പോകാനായിട്ട് റെഡി ആകുകയാണ് ആൻഡ് വീട്ടിൽ നിന്ന് പുറത്ത് പോവാൻ നേരത്തെ തന്നെ ഹിനാട്ട വന്ന് വിളിക്കുകയാണ് അവനെ. ആൻഡ് ബൊറൂട്ടോ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹിനാട്ട ഹീസ് ക്രൈയിങ് ഗൈസ്. ബൊറൂട്ടോ മിഷന് പോകാനായിട്ട് റെഡി ആയിട്ട് അവൻ പോകുന്ന കണ്ടിട്ട് നമ്മുടെ ഹിനാട്ട കരയാണ് ഗൈസ്. That's so sad. And ഹിനാട്ട പറയാണ് എനിക്കറിയാം നീ ഓരോ മിഷനും പോകുമ്പോ ഞാൻ നിന്നെ ചിരിച്ചോണ്ടാണ് പറഞ്ഞയക്കേണ്ടത്, പക്ഷെ നീ എപ്പോഴും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഞാൻ ആലോചിക്കുന്നത് നീ ഇനി ഒരിക്കലും തിരിച്ചു വന്നില്ലെങ്കിലോ എന്നാണെന്ന്. ആൻഡ് നമ്മുടെ ബൊറൂട്ടോ ഹിനാട്ടയുടെ അടുത്ത് സോറി പറയാണ് ഫോർ മേക്കിംഗ് ഹർ വറി. പക്ഷെ ഓൾസോ ബൊറൂട്ടോ ചിരിച്ചോണ്ട് പറയാണ് ദാറ്റ് ഹി വിൽ കം ഹോം നോ മാറ്റർ വാട്ട്. അതാണ് നമ്മുടെ യങ് ലോർഡിന്റെ സ്പിരിറ്റ് ഗൈസ്. ലെറ്റ്സ് ഗോ. ആൻഡ് നമ്മുടെ ബൊറൂട്ടോ ഹിനാട്ടയ്ക്ക് പ്രോമിസ് കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. പക്ഷെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അവന്റെ ബാക്കിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നി. ആൻഡ് അവൻ തിരിഞ്ഞു നോക്കുമ്പോ കാണാണ് ഇറ്റ്സ് മോമോഷിക്കി ഗൈസ്. ആൻഡ് മോമോഷിക്കി ബൊറൂട്ടോന്റെ അടുത്ത് പറയാണ് നിന്റെ ഫേറ്റ് ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട് ആൻഡ് യു ആർ ഗോയിങ് ടു ലൂസ് എവറിത്തിങ് ദാറ്റ് യു ലവ്. ബേസിക്കലി നമ്മുടെ നറൂട്ടോ സീരീസിനകത്ത് നറൂട്ടോയുടെ സ്റ്റാർട്ടിങ് തൊട്ടേ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ബൊറൂട്ടോയുടെ അവന്റെ എല്ലാം ഉണ്ട്. അവനൊരു ഫാമിലി ഉണ്ട്, അവന് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ മൊമോഷിക്കിന് അനുസരിച്ചിട്ട് അവൻ ഇതെല്ലാം ലൂസ് ചെയ്യാൻ പോവാണ്. ആൻഡ് മൊമോഷിക്കി പറയാണ് ആ മൊമെന്റ് വരുമ്പോഴത്തേക്ക് ബൊറൂട്ടോന് പിന്നെ ജീവിക്കാനായിട്ടുള്ള ആഗ്രഹമേ ഉണ്ടാവില്ല
ആൻഡ് മൊമോഷിക്കി ബൊറൂട്ടോന്റെ കോൺഷ്യസ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നു. ആൻഡ് ഇത് പറഞ്ഞുകൊണ്ട് നമ്മുടെ മൊമോഷിക്കി ഡിസപ്പിയർ ആയി പോവാണ്. നമ്മുടെ ബൊറൂട്ടോ പറയാണ് ഞാൻ നിന്നെ എന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സമ്മതിക്കില്ല എന്ന്. ആൻഡ് ഇതിനുശേഷം നമ്മുടെ ബൊറൂട്ടോ സാരഡ ആൻഡ് മീറ്റ്സ്കി ഹൊക്കാഗെ ഓഫീസിലേക്ക് പോവാണ്. അടുത്ത പാനലിൽ നമ്മുടെ കോഡ് അവന്റെ ക്ലോ മാർക്കിന്ന് പുറത്തു വരികയാണ് അലോങ് വിത്ത് ബഗ്. ബൊറൂട്ടോ ആനിമയില് നമ്മുടെ 10 tailsനെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വേറൊരു ഡൈമെൻഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ സാസ്കെ അവിടെ അവന്റെ റിനേഗാൻ യൂസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. സോ കോഡും ബഗും ഇപ്പൊ കറന്റ്ലി അവിടെ വന്നിരിക്കുകയാണ്. ആൻഡ് കോഡ് ബഗിനോട് പറയാണ് നമുക്ക് ഫസ്റ്റ് ഈ 10 tailsനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. ഇത് പറഞ്ഞത് നമ്മുടെ കോഡ് ഈ ഫുൾ 10 tailsനെ അവന്റെ ക്ലോ മാർക്സ് വെച്ച് കവർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് കോഡ് പറയാണ് ഇത് അവന്റെ ലിമിറ്റേഴ്സ് മാറ്റിക്കൊണ്ട് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നതെന്ന്. കാരണം അല്ലെങ്കിൽ അവന് ഇത്രയും ക്ലോ മാർക്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. സോ ബേസിക്കലി നമ്മുടെ കോഡിന്റെ ക്ലോ മാർക്സ് ചാക്രയും പിന്നെ അവന്റെ ബ്ലഡിലുള്ള കുറച്ച് അയൺ കണ്ടന്റ് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. സോ അവന്റെ ലിമിറ്റേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇത്രയും ചാക്ര യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ ബേസിക്കലി ഇപ്പൊ അവന്റെ ലിമിറ്റേഴ്സ് റിമൂവ് ആയതുകൊണ്ട് അവന് ഇത്രയും ഹ്യൂജ് അമൗണ്ടിലെ ക്ലോ മാർക്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. കോഡി ഫുൾ 10 tailsനെ അവന്റെ ക്ലോ മാർക്ക് വെച്ച് കംപ്ലീറ്റ്ലി കവർ ചെയ്തു. ആൻഡ് 10 tailsനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് കോഡ് പറയാണ് ബേസിക്കലി ഈ 10 tail എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് മാസ് ഓഫ് ചാക്രയാണെന്ന്. ആൻഡ് അവൻ ഈ ഫുൾ കംപ്ലീറ്റ് 1 piece ഓഫ് ചാക്രനെ ചെറിയ ചെറിയ ഡിഫറെന്റ് പീസസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോഡിന്റെ ഓരോ ക്ലോ മാർക്കിനും ഒരു കംപ്ലീറ്റ്ലി ന്യൂ ക്രീച്ചർ ഫോം ആവാണ്. ആൻഡ് ഓൾസോ ഈ ഓരോ ക്രീച്ചറിനും കോഡിന്റെ ക്ലോ മാർക്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓ മൈ ഗോഡ് ഗൈസ്. സോ ബേസിക്കലി അവൻ 10 tailsനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവൻ ഓരോ 10 tailsന്റെ ക്രീച്ചറിനെയും അവന്റെ ക്ലോ മാർക്കിൽ കൂടെ അവൻ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പറഞ്ഞയക്കാനായിട്ട് പറ്റും. ദിസ് ഇസ് ടു OP ഗൈസ്. സോ ബേസിക്കലി കോഡിന് ഇപ്പോ ഒരു 10 tails ആർമിയെ ഉണ്ട്. വാട്ട്? ആൻഡ് വിത്ത് ദാറ്റ് നമ്മുടെ ഈ ചാപ്റ്റർ എൻഡ് ആവാണ് ഗൈസ്. ഓ മൈ ഗോഡ്. സോ ബേസിക്കലി കോഡ് ഒരു ഫുൾ ഫ്ലെഡ്ജ് വോർ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ബേസിക്കലി കോനോഹാനൊപ്പം. കാരണം അവന്റെ ഇപ്പൊ ഒരു 10 tailsന്റെ ആർമി തന്നെ ഉണ്ട്. ആയിരക്കണക്കിനാണ് അവന്റെ ആ പുതിയ ക്രീച്ചേഴ്സ് ഉണ്ടാവുക. കാരണം 10 tails എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ചാക്ര തന്നെയാണ്. നമ്മുടെ 9 tailsന്റെ ചാക്ര തന്നെ നിങ്ങൾക്ക് അറിയാലോ. നറൂട്ടോ 4th Great Ninja Warൽ എത്ര ചാക്ര യൂസ് ചെയ്തതെന്ന്. സോ കോഡ് ഇപ്പൊ 10 tailsനെയാണ് യൂസ് ചെയ്യുന്നത് ബാറ്റിൽ ചെയ്യാനായിട്ട്. സോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ലീഫ് വില്ലേജ് എങ്ങനെയാണ് ഈ പുതിയ ക്രീച്ചേഴ്സിനെ ബാറ്റിൽ ചെയ്യാൻ പോകുന്നത്, അവരെങ്ങനെ രക്ഷപ്പെടും, കോഡ് ഈ ബാറ്റിൽ ജയിക്കുമോ, അതേ നമ്മുടെ ബൊറൂട്ടോ ഫൈനലി അവന്റെ പവേഴ്സ് കൺട്രോൾ ചെയ്തിട്ട് കോഡിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമോ. സോ യാ ഗൈസ്, ദാറ്റ് ഈസ് ഇറ്റ് ഫോർ ടുഡേസ് എപ്പിസോഡ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതേപോലത്തെ അടിപൊളി ആനിമെ കണ്ടന്റ് കാണണമെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.